ആദ്യം നമ്മൾ കാണാൻ പോകുന്നൊരു സാക്ഷ്യം, വയറ്റിൽ മുഴയുണ്ടായിരുന്നു, യൂട്രസിൽ മുഴയുണ്ടായിരുന്നൊരു ചേച്ചിയെ കർത്താവ് സൗഖ്യമാക്കിയത്. ആ ചേച്ചി വന്ന് സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടോ എന്ന് ആളുകൾ ചോദിക്കുമായിരുന്നു. അത്രത്തോളം വലിയ ഒരു വയറ് എനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ ചേച്ചി വീണ്ടും വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്, ബ്രദറെ, ആ മുഴ മാറിയിട്ട് വയറ് ചുരുങ്ങിപ്പോയി. ഹല്ലേലൂയ. മാത്രമല്ല, ആ ചേച്ചിയുടെ മോളുടെ ആ കുഞ്ഞ് നടക്കാൻ കഴിയാത്ത കുഞ്ഞായിരുന്നു. യേശു കർത്താവ് ആ കുഞ്ഞിനെ പൂർണ്ണമായും സൗഖ്യമാക്കി, നടക്കാൻ തുടങ്ങി. ഒരു അത്ഭുത സാക്ഷ്യമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മേഖലയിൽ പ്രയാസം അനുഭവിക്കുന്ന മുഴകളുള്ളവർ, ക്യാൻസർ ഉള്ളവർ, നടക്കാൻ പ്രയാസമുള്ളവർ വിശ്വാസത്തോടെ കണ്ടാട്ടെ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനായി പോകുന്നു. ലിസൺ ടു us. ആമേൻ. ന്ന് കണ്ടാണ് ഞാൻ മനസ്സിലാക്കി ഇവിടെ വന്ന. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ വയറ് നല്ല വീക്കം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ആളുകളെല്ലാം കളിയാക്കുമായിരുന്നു, ഗർഭിണി എന്ന് പറഞ്ഞ് വലുതാക്കും. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വയറിൽ കട്ടിയുണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതിനുശേഷം ഒരു കുഴപ്പമൊന്നുമില്ല, കട്ടി മാറിപ്പോയി. ഈ ചേച്ചി പറയൊരു നല്ല സാക്ഷ്യവാ. വയറ്റിൽ ആളുകൾ കുഞ്ഞുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. അത്ര വലിയൊരു കട്ടി അല്ലെങ്കിൽ വയറ്റിൽ മുഴയുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച വന്ന് പ്രാർത്ഥിച്ചു, ആ മുഴ മാറിപ്പോയി. ഹല്ലേലൂയ. കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യം കൊടുത്തു. ഒന്നും കൂടെ ചുണയായിട്ടൊന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ. നമുക്ക് ഓപ്പറേഷൻ പറയുന്നിടത്ത് എൻ്റെ ദൈവം പോളിയോ ഹോമിൽ വെച്ച് ഓപ്പറേഷൻ ചെയ്തു തന്നേരാ. ആമേൻ. ഹല്ലേലൂയ. Hallelujah. Wonderful Jesus. Thank you. ചേച്ചി എവിടുന്നാ വരുന്നത്? എന്താ ചേച്ചിയുടെ പേര്? മെറ്റിൻഡ. ഓക്കെ. നടക്കാതെ ഇന്ന് ഇവിടെ വന്നപ്പോൾ നടന്നു. എങ്ങനെ? മോളെ കൊച്ചു നടക്കാതിരുന്നു. അതെന്തിനു പറയാത്തത്? ഇന്ന് വന്നില്ല, എന്തൊരു സാഹചര്യത്തിൽ വന്നില്ല. ഈ ചേച്ചി പറയണ്ട് കേട്ടോ. ഈ ചേച്ചിയുടെ മോള് കൊള്ള കുഞ്ഞ് നടക്കത്തില്ലായിരുന്നു. അന്ന് ഇവിടെ വെച്ച് നടത്തിച്ചു. അതിനുശേഷം പിന്നെ വന്നില്ലേ? 2 ഇടിയും കൂടെ കൊടുക്കണം കേട്ടോ. ഹല്ലേലൂയ. എത്ര വയസ്സുള്ള കൊച്ചാ നടക്കാതിരുന്നു? നടക്കത്തില്ലായിരുന്നു. എന്തുവായിരുന്നു പ്രയാസം? കാലിന് ബലക്കുറവ്, കോഞ്ഞല് പോലെ വളഞ്ഞിരിക്കുമായിരുന്നോ? വളഞ്ഞല്ല, നൂന്നിരിക്കും. ബലത്തിൽ നടക്കൂല, ബലത്തിൽ കാല് വെക്കത്തില്ല. വന്നതിന്റെ അന്ന് നടന്നു. വാവ്. ഹല്ലേലൂയ. അത് 2 ആഴ്ച വന്നുള്ളായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. ആ ചേച്ചിയുടെ കുഞ്ഞിന്റെ 2 കാലിനും പ്രശ്നമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ചേച്ചിയുടെ. യെസ്, എനിക്ക് ഓർമ്മയുണ്ട് ആ കൊച്ചിനെ. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്ന ആ കുഞ്ഞ് സൗഖ്യമായത്. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ കുഞ്ഞിനെ പുറകെ കൊണ്ട് നടത്തി. ആ കുഞ്ഞിന്റെ കാല് ഉറക്കത്തില്ലായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ പുറകെ കൊണ്ട് നടത്തി. ആ നിമിഷം കർത്താവ് സൗഖ്യം കൊടുത്തു. ആമേൻ. അതിലെ രസം എന്ന് പറഞ്ഞു, അതിന് 1.5 വയസ്സ് കഴിഞ്ഞിട്ട് അവൻ നടന്നിട്ടില്ല. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ നടക്കാൻ തുടങ്ങി. ക്ലിയർ ആയിട്ട് നടക്കാൻ തുടങ്ങി. അവനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിപ്പിക്കണം കേട്ടോ.